നഴ്സറിയിൽ നിന്ന് കുറച്ച് ചെടികളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നട്ടു കൊടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല ഹോളുള്ള ചട്ടി തന്നെ എടുക്കുക. വലുപ്പത്തിലുള്ള ചട്ടി എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി നന്നാവേ. അങ്ങനെ ചട്ടിയിലേക്ക് നമ്മൾ വലിയ കല്ലുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒരു ലെയറായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം നല്ല വാർന്നു പോകാൻ വേണ്ടിയിട്ടാണ് ഈ വലിയ കല്ലുകൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ വലിയ കല്ലിന് പകരം നമ്മൾ ജെല്ലി ഉണ്ട് കയ്യിലുണ്ടെങ്കിൽ ജെല്ലി ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ നല്ല വളക്കൂറുള്ള മണ്ണാണ് കുറച്ച് ഇട്ട് കൊടുക്കുന്നത്. വളക്കൂറുള്ള മണ്ണിൽ എല്ലുപൊടി ഉണ്ട്, വേപ്പും പിണ്ണാക്കുണ്ട്, ചാണകപ്പൊടി, പിന്നെ നമ്മൾ പുല്ലുണ്ടല്ലോ, ലോണ് വെട്ടിയപ്പോൾ ബാക്കി വന്ന പുല്ല് ഞാൻ സഞ്ചിയിൽ നിറച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഈ മണ്ണിലേക്ക്. അങ്ങനെയാകുമ്പോൾ കുറച്ച് നല്ല ഇളക്കം കിട്ടിക്കോളും മണ്ണിന്. എന്നിട്ടാണ് നമ്മൾ ചെടി വെച്ച് കൊടുക്കുന്നത്. ചെടി അങ്ങനെ അതുപോലെ തന്നെ വെച്ച് കൊടുത്തിട്ട് ആ ചെടീൻ്റെ മേലേക്ക് വീണ്ടും ആ മണ്ണിനെ ഇട്ട് കൊടുക്കുക ചെയ്യണം കേട്ടോ. അല്ല അതിൻ്റെ മേലെ വെച്ചിട്ടേ അല്ലാതെ കുഴിക്കണ്ട. അതിൻ്റെ മേലെ വെച്ചിട്ട് പിന്നെ വളമിട്ട് കൊടുത്തത്. ആ ഇങ്ങനെ വീട്ടിൽ പുൽത്തകിടിയൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു 6 മാസമൊക്കെ ആകുമ്പോൾ എന്തായാലും പുല്ല് വെട്ടേണ്ടി വരും. അങ്ങനെ ഉണ്ടാകുമ്പോൾ ആ പുല്ലൊക്കെ വെട്ടിയ പുല്ലൊക്കെ അങ്ങനെ എടുത്ത് വെച്ചാൽ മതി കേട്ടോ. എന്നാൽ ഇങ്ങനെ മണ്ണിൽ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഇളക്കം കിട്ടിക്കോളും മണ്ണിന്. കുറച്ചും കൂടി താത്തണം. അത് മതി. അതിൻ്റെ മേലെ വേണം മണ്ണ്. നമ്മൾ ആദ്യം പകുതി വരെ ഒരു കാൽഭാഗമൊക്കെ മണ്ണ് നിറച്ചാൽ മതി കേട്ടോ. എന്നിട്ടാണ് അതിൻ്റെ മുകളിൽ ചെടി വെക്കേണ്ടത്. മതി, അല്ലാതെ പൊന്തിക്കേണ്ട, ഒന്ന് അമർത്തിക്കോളൂ. മറ്റേ വെള്ളം ഒഴിക്കുമ്പോഴേ അവിടെ പൊയ്പോവേ ചളി. അങ്ങനെ നമ്മളെ ചെടികളെല്ലാം നട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എല്ലാതും അതിൻ്റേതായ സ്ഥാനത്ത് കൊണ്ടുപോയി വെച്ചിട്ട് നനച്ച് പിടിപ്പിച്ചെടുക്കാം കേട്ടോ. ഓക്കെ, ബൈ, താങ്ക് യു.